കാത്തിരിക്കുന്നവരും വിശ്രമിക്കുന്നവരും ഇവരൊന്നും അല്ല ജീവിതത്തിൽ വിജയിക്കുന്നത്. അത് ഓടി തുടങ്ങുന്നവർ തന്നെയാണ്. ഓടി തുടങ്ങിയെങ്കിലേ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ലൈനിൽ എത്താൻ സാധിക്കും. PSC പരീക്ഷകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഡിഗ്രി പ്രിലിംസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാമെന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓട്ടത്തിൽ ബഹുദൂരം പിന്നിലായിരിക്കും. ബിക്കോസ് ഇപ്പോൾ മുതൽ തന്നെ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്ന വലിയൊരു വിദ്യാർത്ഥി സമൂഹത്തിനോടൊപ്പമാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദയവായി ഇപ്പോൾ തന്നെ നിങ്ങൾ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക. പക്ഷെ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ടെൻഷൻ എന്താണെന്നുള്ളത്. കാര്യം പ്രിലിംസ് എഴുതി കഴിഞ്ഞു, മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നു. പക്ഷെ പ്രിലിംസ് പരീക്ഷ ജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു കൺഫ്യൂഷനാണ് നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നത്. അതിനും സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ കോമൺ ടോപ്പിക്സ് വെച്ച് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ കമ്പനി ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതിന്റെ ഒന്നും സ്പെഷ്യൽ ടോപ്പിക്സ് ഇറങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിൽ മുതലായിട്ടുള്ള പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകൾക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഏരിയാസ് പഠിച്ചു തുടങ്ങാം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിംഗ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇത്തരത്തിൽ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ബഹുദൂരം മുന്നിലേക്ക് എത്തും. കാര്യം ഇതിന്റെ ഗുണം രണ്ടാണ്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കോമൺ ടോപ്പിക്സ് നമുക്ക് നല്ല ആഴത്തിൽ കവർ ചെയ്യാൻ പറ്റും. അതിനുശേഷം പ്രിലിംസിന്റെ റിസൾട്ട് ഒക്കെ വന്ന് വിജയം ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫുൾ കോൺസെൻട്രേഷൻ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാനും മറ്റ് റാങ്ക് മേക്കിംഗ് ഏരിയാസ് പഠിക്കാനും റിവിഷൻ നടത്താനും യൂസ് ചെയ്യാം. ഇങ്ങനെ പഠിക്കുന്നവരാണ് ഈ വരാൻ പോകുന്ന പരീക്ഷകളിൽ ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പോകുന്നത്. ഇൻ കേസ് പ്രിലിംസ് പാസ്സായില്ല, ഒരു അൺഫോർച്ചുനേറ്റ് ഇവന്റിൽ പാസ്സായില്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്ത വർഷത്തെ പരീക്ഷകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പഠിച്ചത് ഒന്നും വേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ലേണിംഗ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് അല്ലെങ്കിൽ നാളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കും. ഈ ഒരു യാത്രയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ അഫോർഡബിൾ റേറ്റിൽ മെയിൻസ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിൽ പരീക്ഷകളുടെ സിലബസ് സമഗ്രമായിട്ട് കവർ ചെയ്യുന്ന ബാച്ചുകളുണ്ട്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നെങ്കിൽ ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ കോംബോ ബാച്ച്, ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റഡി പ്ലാനിൽ പല പരീക്ഷകളുടെ സിലബസുകൾ കവർ ചെയ്യുന്ന കോംബോ ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്, നിങ്ങൾ പ്രിലിംസ് പാസ്സായില്ലെങ്കിൽ വഴിയാധാരമാവില്ല. ബിക്കോസ് നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ ബാച്ചിൽ നിന്നും നിങ്ങളെ ഞങ്ങളുടെ ലോങ് ടൈം ബാച്ചുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്. ആ സമയത്തെ റിമൈനിങ് ഫീസ് എമൗണ്ട് മാത്രം അടച്ചാൽ മതിയോ. ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? പഠിക്കാതിരിക്കാൻ നമുക്ക് 100 കാരണങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. പഠിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ജീവിതം കരപിടിപ്പിക്കണം എന്നുള്ള വാശി. മെയിൻ സിലബസ് കടൽ പോലെയുള്ള ഒരു സിലബസ് ആണ്. അത് നമുക്ക് താണ്ടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് കൂടുതലും? ജയിക്കും എന്നുള്ള വാശിയാണോ, തോക്കും എന്നുള്ള ഭയമാണോ? ജയിക്കും എന്ന വാശിയുള്ള ആൾക്കാർ കമന്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ വിൻ എന്ന് കമന്റ് ചെയ്യുക.